പ്രവാസികളും വീട്ടമ്മമാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് എന്ത് ഭക്ഷണം ഉണ്ടാക്കും എന്നുള്ളത്. എന്നാൽ മലയാളികൾക്കായിട്ടുള്ള ആയിരക്കണക്കിന് ഭക്ഷണ വിഭവങ്ങളാണ് ഈ ഒരൊറ്റ ആപ്ലിക്കേഷനകത്ത് കിടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ കൈവശം ചിക്കനാണുള്ളതെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കാറ്റഗറിയിൽ എടുത്താൽ നിങ്ങൾക്ക് കാണാം ചിക്കന് മാത്രമായിട്ട് 66 വിഭവങ്ങൾ മലയാളത്തിൽ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻ വിഭവങ്ങളോടാണ് താല്പര്യമെങ്കിൽ 100 കണക്കിന് വെജിറ്റേറിയൻ വിഭവങ്ങൾ, അതുപോലെ തന്നെ ഫിഷ് റെസിപ്പി ഉണ്ട്, നിരവധി ഫിഷിൻ്റെ വിഭവങ്ങൾ എല്ലാം തന്നെ ഈ ഒരൊറ്റ ആപ്ലിക്കേഷനകത്തുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്കിത് ഓഫ്ലൈനിലും വർക്ക് ചെയ്യും. അതായത് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്യത്തിൻ്റെ ശല്യവും ഉണ്ടാവില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് എന്ത് വിഭവം ഉണ്ടാക്കാമെന്ന് ഇതിൽ നിന്ന് നോക്കി കണ്ടെത്താവുന്നതാണ്. വളരെ വൃത്തിയായിട്ട് ഓരോ വിഭവങ്ങൾക്കും എന്തൊക്കെ വേണമെന്ന് ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെ പാചകം ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രവാസികൾക്കും വീട്ടമ്മമാർക്കുമൊക്കെ ഉപകാരപ്രദമായ ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ ഈ വീഡിയോയുടെ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് പെർമിഷനും കാര്യങ്ങളൊന്നും ഈ ആപ്ലിക്കേഷൻ ആവശ്യമില്ല. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് റെസിപ്പീസിലാണ് ഉണ്ടാകുക. 149ഓളം റെസിപ്പി ലിസ്റ്റിലുണ്ട്. അതിൽ നിന്ന് ഏത് റെസിപ്പി വേണമെങ്കിലും ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ, എങ്ങനെ പാചകം ചെയ്യും, എല്ലാ രീതികളും മലയാളത്തിൽ വളരെ വൃത്തിയായിട്ട് ഇതിനകത്ത് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് കാറ്റഗറി ബേസിലുള്ള റെസിപ്പിയാണ് വേണ്ടെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 3 ലൈൻസ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള റെസിപ്പി ഉണ്ടാവും. വെജിറ്റേറിയൻ ആണോ, നോൺ വെജിറ്റേറിയൻ ആണോ, അതുപോലെ റൈസ് റെസിപ്പി, അങ്ങനെ നിരവധി കാറ്റഗറികൾ കാണാം. ഇതിൽ തന്നെ നമുക്ക് ബിരിയാണിക്കായിട്ട് തന്നെ റെസിപ്പി ഉണ്ട് 10-13ഓളം. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം ഓണം റെസിപ്പി. അത് ഓപ്പൺ ചെയ്താൽ ഓണത്തിന് ആവശ്യമായ 32ഓളം റെസിപ്പി, പച്ചടി, കിച്ചടി പോലെയുള്ള എല്ലാ റെസിപ്പികളും ഈ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ റമദാനും ക്രിസ്മസിനും ഒക്കെ വേണ്ട കാറ്റഗറി ഇതിനകത്തുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊന്ന് റമദാൻ കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് പലതരം റമദാൻ ഉണ്ടാക്കേണ്ട എണ്ണക്കടികളും അതുപോലെ തന്നെ റമദാൻ സ്പെഷ്യലാക്കുന്ന ഫുഡുകളും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതുപോലെ ഓരോ കാറ്റഗറിയിൽ നിന്നും നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെസിപ്പി കണ്ടെത്തി ചെയ്യാൻ പറ്റും. കാറ്റഗറി ബേസിലല്ലാതെ നമുക്ക് സെർച്ച് ചെയ്തിട്ടും ഇതിൽ നിന്ന് റെസിപ്പി കണ്ടെത്താവുന്നതാണ്. ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെർച്ച് ഓപ്ഷൻ കിട്ടും. സെർച്ചിൽ ഞാനിപ്പോൾ ചെമ്മീൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ചെമ്മീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് ആ റെസിപ്പി ഏതാണ് എനിക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ നമുക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ വെക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ലവ് ചിഹ്നമുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റഗറി ലിസ്റ്റിൽ ആദ്യം തന്നെ അതിനായിട്ട് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫേവറേറ്റ് ഒക്കെ ഇതുപോലെ ഇതിനകത്ത് ശേഖരിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് റെസിപ്പികൾ കണ്ടെത്തിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.